മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ ടിക്കുമെതിരായി ശശിധരൻ കർത്ത ഒരു പരാമർശം നടത്തിയിരുന്നത്. ശശിധരൻ കർത്തയുടെ മൊഴി വന്നിരുന്നു. ഇതിന്റെയൊക്കെ അവസാനം ഇനി പിണറായി വിജയനും മകൾ വീണ വിജയനും കുടുങ്ങാൻ പോവുകയാണോ? എന്താണ് പറയാനുള്ളത്? കുടുങ്ങാൻ പോവുകയാണോ എന്ന് ചോദിച്ചാൽ ഒറ്റടിക്ക് ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിലും ഇന്നത്തെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അന്വേഷണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ സിസ്റ്റം വെച്ചിട്ട് കുടുങ്ങാൻ പോവുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനു മുന്നേ ഉള്ള ലാവ്ലിൻ കേസ് 40-50 കൊല്ലമായി. ഈ കേസ് തന്നെ തുടക്കം വന്നതുപോലെയല്ല വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ നമ്മളും വിചാരിച്ച് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു ശുദ്ധമാണ്, കൈ ശുദ്ധമാണെന്ന് പറഞ്ഞു. നല്ല കാര്യം. ഒരാളും ഒന്നിലും പോയി പെടല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നമ്മുടെ നാട്ടിൽ CAG റിപ്പോർട്ട് പലപ്പോഴും അഴിമതികൾ പറയാറുണ്ട്, അംഗീകരിക്കാറില്ല, ശിക്ഷിക്കാറുമില്ല. കൈക്കൂലിക്കാരെ പിടിക്കാറുണ്ട്. 100-ലല്ല, ഒരു 10,000-ൽ ഒരെണ്ണമൊക്കെ പെട്ട ഒരു തീരെ കഴിവില്ലാത്തവൻ പെടും. അപ്പം നിയമവാഴ്ച നഷ്ടപ്പെട്ട നാട്ടിൽ ADGPയും DGPയൊക്കെ കള്ളന്മാരായ, ജില്ലാ കളക്ടർ കള്ളന്മാരായ, സമസ്ത മേഖലയിലും അഴിമതിയും തട്ടിപ്പും നടക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഞാൻ എങ്ങനെ ഉത്തരം പറയും? താനും ഞാനും കേരളത്തിലെ റേഷൻ കടയിൽ നിന്നോ പലചരക്കടയിൽ നിന്നോ അരി മേടിച്ച് അരിയാഹാരം കഴിക്കുന്നതാണ്. നമ്മൾ റോട്ടിലിറങ്ങി നടക്കുന്നതാണ്. നമ്മളിവിടെ കാണുന്നത് വെച്ചിട്ട് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ നിയമവ്യവസ്ഥിതിയോട്, കോടതിയോട് ബഹുമാനമില്ലെന്നല്ല, ഇന്നത്തെ നിയമവ്യവസ്ഥിതി പോലീസ് എഴുതുന്ന റിപ്പോർട്ടിനോടോ, ജില്ലാ കളക്ടർ എഴുതുന്ന റിപ്പോർട്ടിനോടോ, ചീഫ് സെക്രട്ടറി എഴുതുന്ന റിപ്പോർട്ടിനോടോ, DGP എഴുതുന്ന റിപ്പോർട്ടിനോടോ എനിക്ക് വിശ്വാസമില്ല. മൊത്തത്തിലപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കിടക്കുകയാണെന്നാണ് പറഞ്ഞു വരുന്നത്. മൊത്തത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു 95% മുങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെയാണ് ഞാൻ 66 വയസ്സായ ഞാനല്ല, നിങ്ങൾ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ +2 കഴിയുമ്പോൾ നാട് വിട്ടു പോകുന്നുണ്ടെങ്കിൽ, ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരും നിങ്ങളാണ്. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിച്ചിരുന്നെങ്കിൽ ഈ നാട് നന്നായേനെ. DYFI ആയാലും SFI ആയാലും KSU ആയാലും പൊതിച്ചോറ് കൊടുക്കുന്നതിനോടൊപ്പം അവിടെ സ്കാനിങ് മെഷീൻ മേടിച്ചപ്പോൾ എത്ര രൂപ, ഇതിന് ഇത്ര ആവോ, എന്തുകൊണ്ടത് വർക്ക് ചെയ്യണില്ല? എക്സ്റേ മെഷീൻ മേടിച്ചപ്പോൾ ഇത്രയും രൂപ അവനാവോ, കമ്മീഷൻ അടിച്ചിട്ടുണ്ടോ, അത് പ്രവർത്തിക്കുന്നുണ്ടോ, മരുന്നുകളുണ്ടോ എന്നും കൂടി ചോദിച്ചിരുന്നെങ്കിൽ ആ പൊതിച്ചോറിന് ഒരു അന്തസത്ത, അതിനൊരു ഗുണമുണ്ടാവും. ഇത് പൊതിച്ചോറ് കൊടുത്ത് ഇവരുടെ കിറി മാത്രം നനച്ചിട്ട് അടിച്ചോണ്ട് പോകുന്ന രാഷ്ട്രീയത്തിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പൊതിച്ചോറിനൊരു വിലയില്ലാണ്ടായി പോകും. ഇതിന്നൊരു മാറ്റം വരണമെങ്കിൽ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ ഇപ്പോൾ CJP കൊണ്ടുവന്ന പോലത്തെ ഒരു പ്രൊട്ടസ്റ്റ് കേരളത്തിലും സാധ്യമാകും തോന്നുന്നുണ്ടോ? പെട്ടെന്ന് സാധ്യമാവില്ല. കാരണം മലയാളികൾ അത്രയും സ്വാർത്ഥരാണ്. CJP എന്ന് പറഞ്ഞ ഒരു പാർട്ടിയല്ല, ഒരു കൂട്ടായ്മയാണ്. ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല. എന്നാൽ കുറച്ച് നാൾ ഒരു വെൽഫെയർ പാർട്ടി എന്നുള്ള രീതിയിൽ 2020 വെച്ച് എനിക്ക് തോന്നുന്നില്ല മോൾക്ക് ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന്. മോളോട് ഞാൻ ചോദിക്കട്ടെ, മനസ്സാക്ഷിയോട് ചോദിക്കട്ടെ, CJP എന്ന കൂട്ടായ്മയിൽ മോളുണ്ടായില്ലേ? മനസ്സുകൊണ്ട് ഞാനുണ്ടായി, എൻ്റെ അമ്മയുണ്ടായി, എൻ്റെ അമ്മൂമ്മയുണ്ടായി. അപ്പം CJP ഒരു പാർട്ടിയല്ല, ഒരു കോസിന് വേണ്ടി, ഒരു ലക്ഷ്യത്തിന് വേണ്ടി, ഒരു ന്യായത്തിന് വേണ്ടി, ഫോർ ജസ്റ്റിസ് വി യുണൈറ്റഡ്. ദാറ്റ് ഈസ് കോൾഡ് CJP. ഇതൊരു കൂട്ടായ്മയായിരുന്നു. അല്ലാണ്ട് CJP ഒരു പാർട്ടിയല്ല. അതൊരു വിദേശ ശക്തികളുടെ അല്ലെങ്കിൽ അന്യദേശക്കാരുടെ തീവ്രവാദികളുടെ നുഴഞ്ഞേറ്റമൊന്നും അല്ലായിരുന്നു. അതുണ്ടെങ്കിൽ ഇവിടെ ഇൻ്റലിജൻസ് ഒക്കെ പണിയെടുക്കണല്ലേ. അപ്പോൾ ഇവിടെ CJP ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ കേരളത്തിലായിരിക്കും ഇപ്പോൾ ലാസ്റ്റ്. കാരണം നമ്മളെല്ലാം സ്വാർത്ഥരാണ്. ഞാനിവിടുത്തെ സർക്കാരിനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഒരു 10 കോടി രൂപ നമ്മളിപ്പോൾ വലിയ യൂസഫ് അലിയുടെ പോലെയും മമ്മൂട്ടി മോഹൻലാലിനെ പോലെ അല്ലെങ്കിൽ വലിയ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ പോലെ നമുക്ക് വലിയ കോടി എന്ന് പറയും, 10 കോടി രൂപക്ക് മോളിവിടെ ഒരു ബിസിനസ് ചെയ്യണമെന്ന് വിചാരിച്ചു. എനി ബിസിനസ്, വെൽഡിങ് വർക്ക്ഷോപ്പ്, കോഴി വളർത്തൽ, കൺസ്ട്രക്ഷൻ, പലചരക്കട, വാട്ടെവർ, 10 കോടിയുടെ ഒരു ബിസിനസ് തുടങ്ങിയാൽ ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും ഭയപ്പെടാതെ ലാഭത്തിൽ ഒരു ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുമോ? എന്താ, കൈക്കൂലി കൊടുക്കണം. ഇപ്പോൾ വലിയ മുതലാളിമാർക്ക് എല്ലാ സാങ്ഷനുകളും പേപ്പറുകളും, കോഴീനെ വളർത്താനായാലും കാട് വെട്ടിത്തെളിക്കാനാണെങ്കിലും കടൽ കയ്യേറാനാണെങ്കിലും തോടും കായലും പുറമ്പോക്ക് ഭൂമിയും കയ്യേറാനാണെങ്കിലും വലിയ മുതലാളിമാർക്ക്, വളരെ യൂസ്ഫുള്ളായിട്ടുള്ള മുതലാളിമാർക്ക് മന്ത്രിമാരും കളക്ടറും ഈ പേപ്പർ വീട്ടിൽ കൊണ്ടേ കൊടുക്കും.
ഞാനും മോളും പഞ്ചായത്ത്, പൊള്യൂഷൻ കൺട്രോൾ, ഫയർ, മറ്റത് മറിച്ചതിലൊക്കെ നടന്ന് നമ്മുടെ ഊപ്പാട് വരും. ഞാൻ ദുബായിൽ 10-28 വർഷം വർക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് ഒരു ബിസിനസ് തുടങ്ങി. അപ്പോൾ സുശീല ഗോപാലൻ എന്ന് പറഞ്ഞ അവരായിരുന്നു വ്യവസായ മന്ത്രി. ഇവര് ഇവിടെ ഗ്ലോബൽ ഇൻവെസ്റ്റ് മീറ്റ് എന്ന് പറഞ്ഞ AK ആന്റണിയും ജിജി ജോൺസണും കൂടി ആദ്യമായിട്ട് ലീമേഡിയൻ ഹോട്ടലിൽ ഗ്ലോബൽ ഇൻവെസ്റ്റ് മീറ്റ് നടത്തിയിട്ട് പ്രസംഗിക്കുവാണ്. വിദേശികളെ ഇങ്ങോട്ട് വരൂ, നമുക്ക് ഇവിടെ വ്യവസായം തുടങ്ങാൻ. ദുബായിലെ ഡെപ്യൂട്ടി മിനിസ്റ്റർ ജാഫർ അൽഫർദാന്റെ PA ആയിരുന്നു ഞാൻ. അവിടെ നിന്ന് കെട്ടി ഇങ്ങോട്ട് വന്ന് വടുതലയിൽ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി. അന്നാണ് എനിക്ക് മനസ്സിലായത് ഇവര് ഏകജാലക സംവിധാനം എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റും ഉണ്ടെന്ന്. നമ്മൾ ഈ ഏകജാലക സംവിധാനത്തിൽ ഈ പേപ്പർ വെച്ചാൽ എല്ലാം കിട്ടുമെന്നാണ് ഇവർ ഇവിടെ പ്രസംഗിച്ചത്. എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ ഏകജാലക സംവിധാനം വന്നതിന് മുമ്പ് നമ്മളൊരു 10-20 ഡിപ്പാർട്ട്മെന്റിൽ പോയാൽ മതിയായിരുന്നു. ഇപ്പൊ 21ാമത്തെ ഡിപ്പാർട്ട്മെന്റായി. കാരണം നമ്മൾ ഏകജാലകത്തിലോട്ട് അങ്ങോട്ട് ആദ്യം കൊടുക്കും, അവിടെ നിന്ന് നമ്മൾ എല്ലായിടത്തും പോകണം. എല്ലാ മേശപ്പുറത്തും കൈക്കൂലി വെക്കാതെ കിട്ടും. ഓരോ ഓഫീസിലും പിടിപാടും കൈക്കൂലിയും ശിപാർശയും ഇല്ലാതെ പെട്ടെന്ന് കിട്ടില്ല, കിട്ടും. ഞാൻ വെല്ലുവിളിക്കുന്നു. പിണറായി ഇരുന്നപ്പോൾ ഒട്ടും നടന്നിട്ടില്ല. ഇപ്പോൾ ഒരു പ്രതീക്ഷ തരുന്നുണ്ട്, പക്ഷെ നമുക്ക് കണ്ടറിയാം. ഇന്നും നമ്മുടെ രമേശ് ചെന്നിത്തല പുതിയൊരു പദ്ധതി വിജിലൻസിൽ ആയിരക്കണക്കിന് കേസ് പുതച്ച് കിടക്കുന്നു. ഞാൻ കൊടുത്ത കേസ് കൊച്ചിൻ കോർപ്പറേഷൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. ഈ ഫ്ലാറ്റ് തട്ടിപ്പ് നടത്തിയിരുന്നു. വലിയ ആപ്പിൾ പ്രോപ്പർട്ടി നമ്മുടെ ചിത്ര ചേച്ചിനെ പറ്റിച്ചു, യേശുദാസിനെ പറ്റിച്ചു, പലരെയും ബ്രാൻഡ് അംബാസഡറായിട്ട് ഫ്ലാറ്റ് തട്ടിപ്പ്. നാട്ടുകാരുടെ പൈസ വെച്ച് 10 പൈസ ഇല്ലാത്തവൻ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്ത് കാശ് കോടികൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഫ്ലാറ്റ്. അപ്പോൾ നമ്മൾ റെറ കൊണ്ടുവന്നു, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. അവരൊരു നിയമം കൊണ്ടുവന്ന് ബിൽഡറും കോൺട്രാക്ടറും ബയറൊക്കെ കൂടി ഒരു അക്കൗണ്ട്. കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്ന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ, പൂർത്തീകരിച്ച സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ബിൽഡർക്ക് ബാങ്കിൽ നിന്ന് ബാക്കി പൈസ എടുക്കാൻ പറ്റുള്ളൂ. എറണാകുളത്ത് ഗാലക്സി ബ്രിഡ്ജ് വുഡ് എന്ന് മിസ്റ്റർ ജിനാസ് എന്ന് പറയുന്ന ഒരാള് ഫ്ലാറ്റ് പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കൊച്ചിൻ കോർപ്പറേഷനിൽ നമ്മുടെ അനിൽകുമാർ മേയറായിരിക്കുമ്പോൾ കംപ്ലീഷൻ ചെയ്യുന്നതിന് മുമ്പ് ലിഫ്റ്റ് വന്നിട്ടില്ല, സെപ്റ്റി ടാങ്ക് വന്നിട്ടില്ല. സെപ്റ്റി ടാങ്ക് മിനിമം വേണമല്ലോ, വാട്ടർ ടാങ്ക് ഇല്ല, ഒന്നും വരാണ്ട് വൈറ്റ്ല കൊച്ചിൻ കോർപ്പറേഷന്റെ അവിടുത്തെ സെക്രട്ടറിയും കൊച്ചിൻ കോർപ്പറേഷനിലെ സെക്രട്ടറിയൊക്കെ കൂടി ഇതിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ബ്രിഡ്ജ് വുഡുകാർ പൈസയും വലിച്ചു. ഫ്ലാറ്റ് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇത് ഒരു 1.5 വർഷമായി. ഞങ്ങൾ കോടതി വഴി കൊടുത്ത കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തിരിച്ചു പിടിച്ചു. ഈ ഉദ്യോഗസ്ഥരെ ഇപ്പോഴും ശിക്ഷിച്ചിട്ടില്ല. ആ ഫ്ലാറ്റ് ഇപ്പോഴും പണി തീർന്നിട്ടില്ല. വിജിലൻസിൽ ഞാൻ കൊടുത്ത പരാതി കയ്യക്ഷരമൊക്കെ പുതച്ച് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. എന്ത് വിജിലൻസ്? എന്നെ തന്നെ വല്ല ഹെൽമെറ്റ് ഇല്ലാണ്ടോ പുകയില്ലാത്ത സർട്ടിഫിക്കറ്റിനോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് തീവ്രവാദം അടക്കം എല്ലാ കേസിലും പെടുത്താൻ ഇവിടുത്തെ പോലീസുകാർക്ക് 5 പൈസയുടെ മഷി. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ ആണെങ്കിലും ഈ പറയുന്ന പോലെ ഈ വിജിലൻസിന്റെ പുതിയ ഒരു പദ്ധതി ആണെങ്കിലും ഇതൊക്കെ കൊണ്ടുവരുന്നതിന്റെ ആവശ്യകത എന്താ? അല്ല, തൂഫാൻ കൊണ്ടുവന്നപ്പോ കേരളം കുളം തോണ്ടി. പറഞ്ഞുതരാം. തുഫാൻ വന്നപ്പോൾ കേരളം കുളം തോണ്ടി നമുക്ക് മതിയായി. എൻ്റെ മകനും തൻ്റെ മകനും ഒക്കെ കഞ്ചാവായി, അധ്യാപകര് ഗുരു കഞ്ചാവായി, എല്ലാം മയക്കുമരുന്ന്. 90% ആയപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇനി പണി പറ്റൂലെന്ന്. തനിക്ക് തോന്നുന്നുണ്ട് കഴിഞ്ഞ 10 വർഷത്തെ ഗവൺമെന്റ് അനങ്ങാതിരുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയധികം MDMA കഞ്ചാവും വന്നത്. അപ്പൊ അവർ നമ്മൾ യു പിയിലോട്ട് പോകണം, നമുക്ക് ആദ്യം നമ്മുടെ വീട്ടുമുറ്റം ശരിയാക്കാം. അപ്പൊ തൂഫാൻ അവിടെ നിൽക്കട്ടെ. ഈ തൂഫാനിൽ തന്നെ കോടികൾ മേടിച്ച് എത്ര വമ്പന്മാരെ രക്ഷിച്ചിട്ടുണ്ടെന്ന്. എപ്പോഴും നമ്മുടെ നിയമം കൊക്കിൻ്റെ പോലെ ചെറിയ ചെറിയ മീൻ വരുമ്പോൾ അവനിങ്ങനെ കൊത്തിപ്പിടിക്കും. ചിലന്തി വല പോലെയാണ് ഇതങ്ങോട്ട് പൊളിച്ചു പോകും. വലിയ മാനും കാട്ടുപോത്തും ആനയൊക്കെ പൊളിച്ചു പോകും. ചെറിയ കീടങ്ങളാണ് നിയമത്തിൻ്റെ മുമ്പിൽ പെടുന്നത്. അതിന് മാറ്റം ഉണ്ടാവണം. അതാണ് ADGP അജിത് കുമാർ എന്ന വലിയ സിംഹത്തിനെ പൂട്ടാൻ തന്നെ ഇവർ എത്ര സമയമെടുത്ത് അല്ലേ? ഇവിടെ പോലീസ് ഒരിക്കലും കള്ളനാവാൻ പാടില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് പറയുന്നു, വിരലിലുണ്ടാവുന്ന പോലീസുകാരെ ഉള്ളു സത്യസന്ധമായി ഭയപ്പെടാതെ ജോലി ചെയ്യുന്നവർ വളരെ കുറവ്. കാരണം
ഇവരവിടെ ഇരുത്തണ്ടേ? ഇപ്പം നമ്മുടെ ജേക്കബ് തോമസ് എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ സ്വാർഡ് ഓഫ് ഓണർ കിട്ടിയ, IPS ഡോക്ടറേറ്റ് എടുത്ത, IPS ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്ന ജേക്കബ് തോമസ് തുടക്കം സത്യസന്ധനായിരുന്നു. രാമവർമ്മ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബ് റെയ്ഡ് ചെയ്തു. പിന്നെ അയാൾ യൂണിഫോം ഇട്ടിട്ടില്ല. അയാളെ മായം ചേർക്കണടുത്തുകൊണ്ട് പോയി മായം പിടിച്ചു. അപ്പോൾ അയാൾ അവിടെ നിന്ന് കിട്ടി. സിവിൽ സപ്ലൈസിൽ ഇരുത്തി പിടിച്ചു, അയാൾ അവിടെ നിന്ന് കിട്ടി. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൊഞ്ഞാണന്മാർ ശരിയല്ലെങ്കിൽ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന നേതാക്കന്മാർ മര്യാദക്കല്ലെങ്കിൽ, തനിക്ക് IPS IAS കിട്ടിയ കൂലിപ്പണിയാടോ. കാരണം താങ്കൾ ഒരു IAS IPS കിട്ടി എൻ്റെ അടുത്ത് വന്നു കൃത്യമായി പണിയെടുക്കുമ്പോൾ ഞാൻ തന്നെ പിടിച്ച് റബ്ബർ ബോർഡിൻ്റെ MD ആകും. ഇപ്പോൾ അനുപമ എന്ന് പറഞ്ഞൊരു സ്ത്രീ എന്തോരം വെളിച്ചെണ്ണ മായം ചേർത്ത് പിടിച്ച്. അപ്പോൾ ഇന്നലെ ഉല്ലാസ് കോക്കനട്ട് ഓയിലാണെങ്കിൽ നാളെ പുല്ലാസ് കോക്കനട്ട്. സെൻറ്റ് ആൻ്റണി എന്നുള്ളത് പിറ്റേ ദിവസം ജാസ്മിനായി വരും. രാഷ്ട്രീയം നല്ലൊരു കച്ചവടവും വരുമാനവും ആയതുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത്, ഫ്ലാറ്റ് തട്ടിപ്പ്, പുറമ്പോക്ക് തട്ടിപ്പ്, ഇതൊക്കെ ഇവരുടെ വരുമാനങ്ങളാണ്. പണ്ട് കാലത്ത് ഞാൻ ഈ അണിയറ കണ്ണാടി ചെയ്യുമ്പോൾ ഞാൻ ഓരോ അഴിമതിയും പുറത്തു കൊണ്ടുവരുമ്പോൾ വിദേശത്തും സ്വദേശത്തുള്ള ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് പറയും, ബെന്നി ജോസഫ്, ഹൗ ഡു യു ഗെറ്റ് ദിസ് ഇൻഫർമേഷൻ? വണ്ടർഫുൾ, ഫണ്ടാസ്റ്റിക്, മറ്റാസ്റ്റിക്, എലാസ്റ്റിക് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഞാൻ എന്ത് സ്റ്റോറി കൊണ്ടുവന്നാലും എന്നെ ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നത്, ചേട്ടന് ഇപ്പോഴാണ് അറിഞ്ഞത്. കാരണം ഇവിടെ ഇപ്പോൾ ക്രൈം ചെയ്യുന്നത് മിനിസ്റ്റേഴ്സും DGPയും കളക്ടറും വില്ലേജ് ഓഫീസറും തഹസിൽദാരും കോർപ്പറേഷൻ സെക്രട്ടറിയും മേയറും ഒക്കെ കൂടി ചേർന്ന ഒരു വലിയ വിഭാഗം തെറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആരുടെ മുമ്പിൽ പോയി കരയും? ഇപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ മന്ത്രിക്ക് ആർജവവും അല്പം മനുഷ്യ സ്നേഹവും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്ക്. എന്നെ വിളിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ വരാം. ഈ കോർപ്പറേഷൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഈ തട്ടിപ്പിന് വിജിലൻസിൽ അത് അങ്ങനെ കിടന്ന് ഉറങ്ങാമോ? ഇങ്ങനെ ഉറങ്ങുമ്പോൾ പുതപ്പിക്കുന്നതിന് കാശുണ്ട്. ഹൈക്കോടതിയിലും ചില കോടതികളിലെ കേസ് പൊക്കിക്കൊണ്ടുവരാത്തതിന് അവിടെ ഒരു ലാംഗ്വേജ് ഉണ്ട്, കമ്പിളി പുതപ്പിക്കാന്ന് പറയും. വലിയ കോടികളുടെ കേസ് കമ്പിളി പുതപ്പിച്ച് അവിടെ ഇടണേന് വക്കീലുമാർക്ക് കാശുണ്ട്. ഇത് പെട്ടെന്ന് പൊങ്ങി വരില്ല. ചിലർ പറയും എനിക്ക് സ്റ്റേ ഉണ്ട് ഇട്ടാന്ന്. ഈ സ്റ്റേ മതലല്ലോ, ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യണ്ടേ? സ്റ്റേ വെക്കേറ്റ് ചെയ്യാതിരുന്നാൽ ചില ആൾക്കാർക്ക് നല്ല കാശ് കിട്ടും. അത് മന്ത്രി തൊട്ട് വക്കീലോട്ട് പലർക്കും കാശ് കിട്ടും. സ്റ്റേ എത്ര സ്റ്റേ ഇങ്ങനെ പരന്ന് കിടപ്പുണ്ടെന്നറിയോ? എന്നാൽ അർഹതപ്പെട്ടതിന് സ്റ്റേ കിട്ടോ ഇല്ല. സ്റ്റേ എന്ന് പറഞ്ഞാൽ ഒരു ഉടായിപ്പാണ്, കിട്ടേണ്ടത് കിട്ടണം. പക്ഷെ ഇപ്പോൾ ഇതെല്ലാം വന്നത് ധർമ്മം, നീതിബോധം, പൗരബോധം, ഇതിൽ നിന്നാണ് ഇതെല്ലാം വന്നത്. ഇതൊക്കെ നഷ്ടപ്പെട്ടെടുത്ത് ഇങ്ങനെ കുടുങ്ങൂല എന്ന് വെച്ചാൽ ഒരു ട്രൂ സിറ്റിസൺ എന്നുള്ള രീതിയിൽ. പക്ഷേ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഈ ഒരു വാർത്ത ആഘോഷിക്കുന്നുണ്ടല്ലോ. അതായത് ഇപ്പം കേസ് കൊടുത്ത ഷോൺ ജോർജ് ആണെങ്കിലും അങ്ങനെയുള്ളവരൊക്കെ എന്തുകൊണ്ടാണ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്ന പോലൊരു മാധ്യമങ്ങൾ വല്ലാതെ ഈ വാർത്തനെ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ്. ഈ നാലാം തൂണിനെ ഇളക്കാൻ പറ്റിയിട്ടില്ലേ? എന്തേ വമ്പന്മാരുടെ ന്യൂസ് ഷാജൻസ്കറിയ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെ ബെന്നി ജോസഫേ ചെയ്യുള്ളൂ? ഞാൻ പറഞ്ഞ ഈ ഫ്ലാറ്റ് തട്ടിപ്പ് മനോരമ ചെയ്യില്ല, മാതൃഭൂമി ചെയ്യില്ല, 24 ചെയ്യില്ല, ഒരു ചാനലും ഇവിടുത്തെ വമ്പന്മാരുടെ വാർത്ത ചെയ്യൊന്നുമില്ല. ഇത് പുതിയ പിള്ളേർക്ക് മനസ്സിലായി. നിങ്ങൾ എന്തുട്ടാ പറയണ? പിന്നെ ഇവിടെ നീലക്കുയിൽ പച്ചക്കുയിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു പെണ്ണ് അങ്ങോട്ട് നടന്നാൽ ഒരു പെണ്ണ് ഇങ്ങോട്ട് നടന്നാൽ ഇപ്പോൾ പിള്ളേർക്ക് എത്ര പുതിയ തലമുറയിലെ പിള്ളേർ പത്രം വായിക്കുന്നുണ്ട്, വാർത്ത കാണുന്നുണ്ട്? ഒരു 20% ഇല്ല, അത്ര ഉണ്ടാവില്ല. മനോരമയൊക്കെ പഴയ കാരണന്മാര് ടോയ്ലറ്റിൽ പോകുമ്പോഴും ചായ കുടിക്കുമ്പോഴും ശീലിച്ചതുകൊണ്ട് ഇതില്ലാണ്ട് അവരുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ അവർക്ക് എല്ലാ വാർത്തകളും അല്ലെന്നേ. ഇത് വയറ്റിന്ന് പോകാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യും. ഇപ്പം പുതിയ പിള്ളേർക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കണത്, മോൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു, പിന്നെ ചേട്ടാ ഇവിടെ നിന്ന് ഒരു നല്ല സാധനം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഞാൻ ആ പൂവെടുക്കും. ഇവിടുത്തെ നല്ല നല്ല സാധനം, ഈ ക്യാമറ വരെ ഞാൻ എടുക്കും. എന്നെ നിങ്ങളൊരു സെപ്റ്റി ടാങ്കിൽ ഇറക്കി നിർത്തിയിട്ട് അവിടെ നിന്ന് ഒരു നല്ല സാധനം എടുക്കാൻ പറഞ്ഞാൽ എന്ത് കിട്ടും? അവിടെ നിന്ന് അതേ കിട്ടുള്ളൂ. ഇന്നത്തെ രാഷ്ട്രീയം സെപ്റ്റി ടാങ്ക് പോലെ നല്ലത് പിറക്കാൻ പറ്റണില്ല. വളരെ സങ്കടത്തോടു കൂടി പറയും, രാഷ്ട്രീയം ഇത്ര മോശമാവാൻ പാടില്ല, രാഷ്ട്രീയം ഇത്രയും കൂടി നന്നാവണം. ഞാൻ അട്ടച്ചാക്ഷേപിക്കില്ല, ഇത്രയും മോശമാവാൻ പാടില്ല. എന്തെങ്കിലും ധാർമ്മികത വാർത്തകളിൽ താങ്കൾ കാണാറുണ്ടോ?
രാഷ്ട്രീയത്തിൽ കാണാറുണ്ടോ? ഇവർ പറഞ്ഞത് ചെയ്യാറുണ്ടോ? ഇപ്പം ഞാൻ പ്രാർത്ഥിക്കണം എന്താണെന്നാണ് സത്യത്തിൽ പിണറായി വിജയനും മകളുടെയും കേസ് തെളിയരുത്, അവർ പിടിക്കപ്പെടരുത്. കാരണം നമ്മുടെ നാട്ടിൽ ഒരു മുഖ്യമന്ത്രി കള്ളനാണെന്നറിഞ്ഞാൽ ഗാന്ധിജിയുടെ ആത്മാവ് അല്ലെ രാജ്യസ്നേഹമുള്ളവരെങ്ങനെ സഹിക്കും? ഞാൻ വിദേശത്ത് പോകുമ്പോൾ എന്നോട് പറയില്ലേ, തൻ്റെ മുഖ്യമന്ത്രിയല്ലോടോ മറ്റത് കട്ടതെന്ന് പറഞ്ഞാൽ അതെനിക്ക് മോശമാണെന്നേ. ഞാൻ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയല്ലേ, ഞാൻ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയും ഞാൻ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയും ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പള്ളിയിലെ വികാരി അച്ഛനും കള്ളനാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അതിന് സാഹചര്യം എന്നതിന് മുമ്പ് അച്ഛനോടും ഇവരോടും പറഞ്ഞു കൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷെ ഈ അണികൾ ഈടിയുടെ കാറ് പോയി തല്ലിപ്പൊളിക്കോടെ ചെയ്ത സത്യത്തിൽ രാഷ്ട്രീയവുമായി ഒരു ബന്ധമില്ലാത്ത കേസിൽ ഈ പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദനും EP ജയരാജും എല്ലാവരും അവിടെ ഇടി റെയ്ഡ് നടക്കുമ്പോൾ പിണറായിനെ തടഞ്ഞു വെച്ചു, പിണറായി അങ്ങനെ ചെയ്തു. പിണറായി പുറത്ത് വന്നിട്ട് എന്താ പറഞ്ഞത്? അവരെന്നോടൊന്നും ചോദിച്ചില്ല. മോള് കൂടെ താമസിക്കണമെന്ന് ചോദിച്ചു. അപ്പം ഇയാൾ പറഞ്ഞത് മുഴുവൻ പോയില്ലേ? നമ്മുടെ മന്ത്രി വീണ ജോർജ് എൻ്റെ സഹോദരിയാണ്, നമ്മുടെ മന്ത്രിയാണ്, പണ്ടത്തെ ഇന്ത്യ വിഷൻ്റെ ജേർണലിസ്റ്റാണ്. ഞാൻ ദാസേട്ടനായിട്ട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്താണ്. ഞങ്ങൾ നല്ല ബന്ധമാണ്. ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാരുടെ തനി സ്വഭാവം ആ മേഡവും കാണിച്ചില്ലേ? ആ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് നമ്മളെല്ലാം കണ്ട് കൊല്ലാൻ ശ്രമിച്ചു. ഇതൊന്നും പാടില്ലെന്നേ. ഇത് നാളെ എനിക്കും വരില്ലേ? എന്ത് മോശമായി പോയി. സിമ്പതി വർക്കൗട്ട് ചെയ്യാൻ എന്താണെങ്കിലും അവരല്ലേ തറയായി പോയത്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് നമ്മുടെ കസേര, നമ്മുടെ സ്ഥാനം, എനിക്ക് ബഹുമാനം കിട്ടണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ ബഹുമാനിക്കണം. ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ നാട്ടുകാരും എന്നെ ഇത്തിരി ഇഷ്ടപ്പെടണമെങ്കിലോ എൻ്റെ സ്വഭാവം നന്നാവണം. അല്ലാണ്ട് ഞാൻ മുഖ്യമന്ത്രിയാണ്, ഞാൻ പ്രധാനമന്ത്രി, പുതിയ പിള്ളേരെ ആട്ടും, പോയി പണി നോക്കാൻ പറയും. ഒരു ദിവസം 28 പേര് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇവർ കൊല്ലുന്നവരായ ഇവരെങ്ങോട്ട് പോകും? ഇപ്പം വെറുതെ പോയി ചാവണമല്ല, അവർ കൊല്ലുന്നവരായ എവിടെ പോകും? അപ്പം അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ താനും പ്രാർത്ഥിക്കണം നാളെ തൊട്ട്. എൻ്റെ മുഖ്യമന്ത്രി കള്ളനാവല്ലേ, എൻ്റെ DGP കള്ളനാവല്ലേ, എൻ്റെ അപ്പനും സഹോദരനും കള്ളനാവല്ലേ, എൻ്റെ MLA കള്ളനാവല്ലേ എന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ സംഭവിക്കണം. കാരണം 10 കൊല്ലം ഉടുതുണിക്കും മറുതുണിയില്ലാത്തവന് കോടി വന്നിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം ഒരു കൃഷിയിടമാണ്, രാഷ്ട്രീയം ഒരു വ്യവസായമാണ്. പണ്ടെല്ലാം എൻ്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, സ്കൂളിൽ വെച്ചിട്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ കയറ്റൂല. ഇന്നൊരു പഞ്ചായത്ത് മെമ്പറായ അവൻ രക്ഷപ്പെട്ടു. എല്ലാവരും അല്ലേട്ടാ, കൂടുതലും ഇതൊരു കാശുണ്ടാക്കണ മേഖലയായി. പഞ്ചായത്ത് മെമ്പറായാലും ശരിയാണ്. ഇവിടുത്തെ പല കൗൺസിലർമാർക്കും ഈ ഫ്ലാറ്റുകൾ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതൊക്കെ വിജിലൻസ് അന്വേഷിച്ചാൽ കിട്ടുന്നു. എനിക്കിപ്പോൾ ഈ വിജിലൻസ് നമ്മളെയൊക്കെ ദ്രോഹിക്കാൻ വിജിലൻസ്, ED ഇതൊക്കെ ഇപ്പം ഞാനിത് പറഞ്ഞില്ലേ, എനിക്ക് വേണമെങ്കിൽ നാളെ ഒരു 3 കേസ് ഉണ്ടാക്കും. ഗാന്ധിജിനെ വെടിവെച്ച് കൊന്നപ്പോൾ അതിൻ്റെ ഉണ്ട ഉണ്ടാക്കിയത് കല്ലൂരുള്ള ബെന്നി ജോസഫാണെന്ന് പറയും. ഇവർ കോടതി കൊടുക്കുകയും ചെയ്യും. ഗാന്ധിജി മരിച്ചപ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല, പക്ഷെ അത് ഞാൻ കോടതി തെളിയിക്കേണ്ടി വരും. ഇവിടുത്തെ സ്ഥലത്തെ ഒരു തരം താഴ്ന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു തരം താഴ്ന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എഴുതി വെക്കുവാണ്, കല്ലൂരുള്ള ബെന്നി ജോസഫാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നതിൽ ആ ഉണ്ട സപ്ലൈ ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞാൽ എന്നെ ഇവർ അറസ്റ്റ് ചെയ്യും, കോടതി കൊണ്ടു. പിന്നെ ഞാൻ വാദിക്കണം 15 കൊല്ലം. അപ്പോൾ ഞാൻ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവരണം. ഈ അങ്ങനെ മരിച്ചപ്പോൾ ഞാൻ ഉണ്ടായില്ല, അയ്യോ എന്ന് അല്ല എന്നാലും ഉണ്ടാന്നൊക്കെ പറഞ്ഞ് ഈ ഉണ്ടനെ കുറിച്ച് 2 വക്കീലന്മാർ ഘോര ഞാൻ കുറെ കേസ് നടത്തുന്ന ആളാണ്. ചില കേസൊക്കെ 23 വർഷമായി. എനിക്ക് തന്നെ അറിയില്ല ഇപ്പൊ എന്താണ് സംഭവം. 23 കൊല്ലം ഒരു പോസ്റ്റ് ഒട്ടിച്ച കേസ് CC 598 മജിസ്ട്രേറ്റ് കോടതിയിൽ. വല്ല രജിസ്ട്രാർ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസൊക്കെ കേൾക്കണ്ടെങ്കിൽ എൻ്റെ കേസ് ഒന്ന് പഠിക്കണേ. ഒരു പോസ്റ്റ് ഒട്ടിച്ച കേസ് 50 പ്രാവശ്യം ഞാൻ ചെല്ലും, വാദി വന്നില്ല. 50 പ്രാവശ്യം 50 ടൈംസ് മാസം ഞാൻ ചെല്ലും മജിസ്ട്രേറ്റുമായിട്ട്. ഞാൻ ഇങ്ങനെ കാണിക്കും ഒക്കെ കഴിയും. ഇവർ വരില്ല. അപ്പൊ എന്നോട് കേസ് തള്ളി പോവില്ല അങ്ങനെ വന്നാല്. എപ്പോഴേ തള്ളി പോകണ്ടാണ്, പക്ഷെ എന്നെ നടത്തണമല്ലോ ഇവർക്ക്. 50 ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ രജിസ്ട്രാറും എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ എൻ്റെ ഒരു കേസ് 595 2004 ക്രൈം വന്ന് 2000 പിന്നെ ഒരു കോടതി മാറിയത് 18 നമ്പർ ഇട്ട്. ഇപ്പൊ പുതിയ കോടതി വിചാരിച്ചേക്കണത് ഇത് 14 കൊല്ലം എന്നാണ്. അപ്പം ഞാൻ ആ കോടതിനോട് പറയും 14 അല്ലാട്ടാ 20 കാരണം വേറൊരു കോടതിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി. അത് ഈ ജഡ്ജിക്ക് അറിയില്ല. എന്നിട്ട് ഒരു ജഡ്ജി എന്നോട് പറഞ്ഞു ഇത് ഹൈക്കോടതി പോയാൽ കോഷിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ഹൈക്കോടതി പോകണ്ടേ, അതിനും വക്കീലിന് പൈസ. അപ്പൊ ഇത് ഇവിടുന്ന് തള്ളുമ്പോൾ തള്ളിയാൽ മതി, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇട്ട് നടത്താൻ, അപ്പൊ ഉപദ്രവിക്കാൻ വേണ്ടി
നിയമത്തെയും നീതിനെയൊക്കെ വളച്ച് പിണറായിനോടും ചെയ്യരുത്, എന്നോടും ചെയ്യരുത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, നമുക്ക് കുറച്ച് നിഷ്പക്ഷമായി പാർട്ടിയൊക്കെ മാറ്റിവെച്ചാൽ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങി, ഞാൻ സൈക്കിൾ വിറ്റിട്ട് കപ്പൽ മേടിച്ചെന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ പൊരുത്തക്കേട്. നമ്മൾ എല്ലാവരും മിണ്ടാണ്ടായി. ഇപ്പൊ പണ്ടത്തെ ഒരു 3 കുരങ്ങന്മാരെ അറിയാല്ല. കൂടുതലും ആൾക്കാരിപ്പ ജനാധിപത്യം 3 കുരങ്ങന്മാരാവാനുള്ളതല്ല. ജനാധിപത്യം എൻ്റെ നേതാവിനെയും എൻ്റെ പാർട്ടിയെയും ചോദ്യം ചെയ്താൽ മാന്യമായിട്ട് ഭരണഘടന അനുസരിച്ച് നിയമാനുസൃതം നിയമവാഴ്ചയ്ക്ക് വേണ്ടി നമ്മുടെ നേതാക്കളെ ചോദ്യം ചെയ്താൽ നാട് നന്നാവും, രാഷ്ട്രീയം നന്നാവും, രാഷ്ട്രം നന്നാവും. അല്ലാതെ വാലില്ലാത്ത ചത്ത ശവങ്ങളെപ്പോലെ ഇങ്ങനെ കുരങ്ങനായി ജീവിക്കാൻ പറ്റും. അതിനെന്നെ കിട്ടില്ല. ബെന്നി ജോസഫ് ഒരു പ്രാവശ്യമേ മരിക്കുള്ളൂ, അന്ന് ഞാൻ ശവമാവും, അല്ലാണ്ട് ഞാൻ ശവമായി ജീവിക്കില്ല. ഇവിടെ പലരും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഗതികേട്, പാർട്ടി വിട്ട് പാർട്ടി മാറുന്നത് നമുക്കറിയാമല്ല. സെക്രട്ടേറിയറ്റിൽ നോട്ടെണ്ണ മിഷ്യൻ എന്നും പറഞ്ഞ് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ തൂറിത്തോപ്പിച്ച ഒരു നേതാവിൻ്റെ മകൻ ഈ പാർട്ടിയിലോട്ട് പോയി. വല്ല മൂല്യമുണ്ട്. അപ്പം ചത്ത് ശവമായി ജീവിക്കുന്നവർ പെരുകുന്നു. ഒരു മനുഷ്യൻ ഒരിക്കലേ മരിക്കാൻ പാടുള്ളൂ. രാഷ്ട്രീയത്തിൽ പലപ്പോഴും ചാവും, പിന്നെ വരും, ചാവും, വരും. ഇവർ ദിവസവും ശവമാവും, ദിവസവും പുതിയ നേതാവും. ഒരു ധർമ്മമോ നീതിയോ സത്യമോ ഒന്നുമില്ലാത്തൊരു മേഖലയായി മാറിയതിൻ്റെ ഗതികേടാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. സോ എൻ്റെ കൊച്ചുമക്കളോട് എനിക്ക് പറയാനുള്ളത്, മാന്യമായി മര്യാദയോടുകൂടി നീതിപൂർവം ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രം മതി ഈ നാട് രക്ഷപ്പെടും.